ആപ്പിൾ വെച്ചിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എന്തായാലും നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ഇവിടെ 2 ആപ്പിൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ആപ്പിളിനെ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക കേട്ടോ. കനം കുറച്ചിട്ട് വേണം ഇതുപോലെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് ആപ്പിൾ ഇങ്ങനെ മുറിച്ച് വെച്ചാൽ കളർ മാറിപ്പോവുമല്ലോ, ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഞാനിവിടെ ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല തണുത്ത വെള്ളം. അതിലേക്ക് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളെല്ലാം ഒന്ന് ഇട്ട് വെക്കാം. അപ്പോൾ തണുത്ത വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളൊന്നും കളർ മാറിപ്പോവില്ല കേട്ടോ. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എത്രയാണോ റെഡിയാക്കി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാരയും ഉപ്പും ഒക്കെ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയും ഉപ്പും കൂടെ വിനാഗിരിയിൽ നന്നായിട്ടൊന്ന് അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലൊരു ഗ്ലാസിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ആപ്പിളും ഞാൻ കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെരിച്ചൊന്ന് മുറിച്ചെടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ട് അതും ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നീളത്തിലൊന്ന് പീസാക്കി എടുത്തതിന് ശേഷം അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വിനാഗിരി ഉണ്ടല്ലോ, ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ള വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ബാക്കി ഇതിലേക്ക് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി മാത്രം എടുത്താൽ മതി. ബാക്കി നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ആപ്പിളൊന്ന് മുങ്ങിക്കിടക്കുന്ന ഒരു രീതിയിൽ ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് ആപ്പിളിലൊക്കെ ആ ഒരു വിനാഗിരിയും ഉപ്പും പഞ്ചസാരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇത് 2 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ തിന്ന് തീർക്കും കേട്ടോ. കാരണം 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്തത് കാരണം അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഞാൻ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്